നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും പോക്സോ നിയമത്തിന്റെ പുസ്തകരൂപം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജുമായ PS ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 16ാം ഘട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ തല പൊതുജനാരോഗ്യ മീറ്റിംഗും ഏകാരോഗ്യ അവലോകനവും മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ചെയർമാൻ K ദീപകിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ വായനാ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനം PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായി ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും 2012 പോക്സോ നിയമത്തിന്റെ പുസ്തകരൂപം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജുമായ PS ശശികുമാർ നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായി ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും 2012 പോക്സോ നിയമത്തിന്റെ പുസ്തകരൂപം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ചൈൽഡ് സേഫ് ഇടുക്കി 2025 പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജുമായ PS ശശികുമാർ നിർവഹിച്ചു. ഒട്ടനേകം പുസ്തകങ്ങളും കഥകളും കവിതകളും ഒക്കെ തന്നെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ദിവസം ഇങ്ങനെ ഒരു നിയമപുസ്തകം വായനയ്ക്ക് വേണ്ടി വെക്കുമ്പോൾ വെറുമൊരു നോവൽ കണക്കെ ഇത് വായിച്ചു പോകാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത ദിവസം ലോകത്തുള്ള എല്ലാ കുട്ടികളും വായിക്കുവാൻ പഠിക്കുന്ന ദിവസത്തിന്റെ തൊട്ടു പിറ്റേ ദിവസം ഇത് തെരഞ്ഞെടുത്തത്. 20 ജൂൺ തെരഞ്ഞെടുത്തപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. 2012 ജൂൺ മാസം 20-ാം തീയതിയാണ് ഇത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ബില്ല് പ്രസിഡന്റ് ഒപ്പിട്ട് പബ്ലിഷ് ചെയ്തത് 20/6/2012 തീയതിയാണ്. ഇന്നേക്ക് 13 വർഷത്തിന് മുമ്പ് ആണ് ഇതേ ദിവസം 20/6/2012 തീയതിയിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിഡന്റ് പ്രണബ് മുഖർജി ഒപ്പുവെച്ച നിയമമായി മാറിയ പോക്സോ ആക്ട് ആധികാരികമായി പബ്ലിഷ് ചെയ്യപ്പെട്ട ദിവസം 20/6/2012. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS, ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി CG NN, പോക്സോ ആക്ട് സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജ് ആഷ് K Pal, ഇടുക്കി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയശീലൻ പോൾ, തൊടുപുഴ CJM സിന്ധു തങ്കം, ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സനീഷ് SS, പോക്സോ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PV വാഹിദ, തൊടുപുഴ DEO ഷീബ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ലൈംഗിക ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് പോക്സോ നിയമം. 2012 വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് ബാല്യകാലങ്ങളിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള ഇൻസിഡൻസ്, മുറിവുകളും ഒക്കെ അവരുടെ വ്യക്തിത്വ വികസനത്തിലും അവരുടെ പിന്നീടുള്ള ജീവിതത്തിലും വളരെയേറെ സ്വാധീനിക്കുന്നതാണ്. പലപ്പോഴും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഇൻസിഡൻസ് പോലും ഒരു ഷോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കുട്ടിയെ പിന്നീട് പഠനത്തിൽ പോലും പിന്നോക്കം പോകുന്ന അവസ്ഥയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളതാണ്.
വളരെയേറെ ഗൗരവകരമായിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ പവർഫുൾ ആയിട്ടുള്ള ആക്ട് കൂടിയാണ് പോക്സോ ആക്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 16-ാം കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. +2 പരീക്ഷയിൽ വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ 1.5 കോടി രൂപ വകയിരുത്തി 16-ാം കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടന്നത്. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടികൾ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 16-ാം കണ്ടത്ത് ഒരു +2 വന്നപ്പോൾ 16-ാം കണ്ടം ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളായി മാറിയപ്പോൾ ഒരു +2 ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു മിനി കോളേജിൻ്റെ സ്റ്റൈലിലേക്ക് ഈ കോളേജും ഈ സ്കൂള് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ 2 +2 സ്കൂളുകൾ ആരംഭിച്ചു. ഒന്ന് തോപ്രാംകുടിയിലും ഒന്ന് 16-ാം കണ്ടത്തും. അവിടെ തദ്ദേശീയരായ ഒത്തിരി കുട്ടികൾക്ക് ഈ സ്കൂളിൽ തന്നെ പഠിക്കാൻ അവസരമുണ്ടായി. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടായി. മിടുക്കരായ കുട്ടികളെ ഇന്ന് ആദരിക്കുന്നു, അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നു. എത്രയോ സന്തോഷകരമായ കാര്യമാണ്. അതിനെല്ലാം നല്ല നിലയിൽ നിങ്ങളെ പാകപ്പെട്ട നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ സജ്ജരാക്കി പ്രത്യേക ഗൗണൊക്കെ ഇട്ട് നിങ്ങളിരിക്കുന്ന കാണുമ്പോൾ വലിയ അഭിമാനം തോന്നുക. അപ്പം നമ്മുടെ നാടിൻ്റെ വളർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇതൊക്കെ. നമുക്ക് ആഘോഷവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ്. ഉന്നതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്നൊരു സ്ഥിതി ഇന്ന് കേരളത്തിലുണ്ടായിട്ടില്ലേ. മികച്ച വിദ്യാഭ്യാസമാണ്. നമ്മുടെ സർവകലാശാലകളും കോളേജുകളും അത്രത്തോളം ഉയർന്ന നിലവാരം പുലർത്തുക. കഴിഞ്ഞ ദിവസമേ കണക്ക് വന്നു. ഇന്ത്യ രാജ്യത്ത് മികച്ച കോളേജുകൾ എടുത്ത് നോക്കിയപ്പോൾ 100 കോളേജുകൾ എടുത്തതിനകത്ത് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് 100 കോളേജ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ 16 കോളേജ് കേരളത്തിലാണ്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർനാക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം ഷൈനി സജി, പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി, KA അലിയാർ, ബിബിൻ എബ്രഹാം, ഹെഡ് മിസ്ട്രസ് ഷീന സി തോമസ്, പ്രിൻസിപ്പൽ ഡോക്ടർ റോയി തോമസ്, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിസിലി ജോസഫ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബിജോ ജോസ്, 16-ാം കണ്ടം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വിവേക് ജോസഫ്, PTA പ്രസിഡന്റ് വിനോദ് മാത്യു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് PA സലീംകുട്ടി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. 26-ന് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. 50ാമത് സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് PA സലീംകുട്ടി അധ്യക്ഷത വഹിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹോണററി പ്രസിഡന്റ് ടോം ജോസ് കുന്നേൽ, മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ VK സുനിൽ, അല്ലസർ ഹോസ്പിറ്റൽ CEO സുധീർ, കേരള ഫുട്ബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ ജോസ് പുളിക്കൻ, കേരള ഫുട്ബോൾ അസോസിയേഷൻ GB മെമ്പർ റഫീഖ് പള്ളത്തുപറമ്പിൽ, DFA ട്രഷറർ എബ്രാഹാം K എന്നിവർ ആശംസകൾ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി സജീവ് MH നന്ദി പറഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ പത്തനംതിട്ട പാലക്കാട് 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. രണ്ടാമത്തെ മത്സരത്തിൽ കൊല്ലം കോഴിക്കോട് ഓരോ ഗോൾ നേടി സമനില പാലിച്ചു. 26-ാം തീയതി വരെയാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദു സുധാകരനെ മഹിളാ കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കോൺഗ്രസ് നേതാവ് ജോൺ നെടിയപാല മൊമന്റോ കൈമാറി. മഹിളാ കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഹാജറ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ AN ദിലീപ് കുമാർ, സിജി വാഴയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൈസി ഡെനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, മഹിളാ കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബീന ജോളി, സുശീല ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ മുനിസിപ്പൽ തല പൊതുജനാരോഗ്യ മീറ്റിംഗും ഏകാരോഗ്യ അവലോകനവും മുനിസിപ്പൽ കൗൺസിലർ ഹാളിൽ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു. ഏകാരോഗ്യ പരിപാടിയുടെ ഭാഗമായി 35 വാർഡുകളിലും സാമൂഹ്യാധിഷ്ഠിത രോഗനിരീക്ഷണം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി, ഹെൽത്ത് സൂപ്പർവൈസർ, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ മീറ്റിംഗിൽ സംസാരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ തല പൊതുജനാരോഗ്യ മീറ്റിംഗും ഏകാരോഗ്യ അവലോകനവും മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു.
RMO ഡോക്ടർ സോമു അനിൽ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. മുനിസിപ്പൽ തലത്തിൽ 3 മാസങ്ങളായി ഉണ്ടായ പകർച്ചവ്യാധികൾ, പൊതുജനാരോഗ്യ പരിശോധനകൾ, രോഗപ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത വിശദീകരിച്ചു. ഏകാരോഗ്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി മെന്റർമാരുടെയും വോളണ്ടിയർമാരുടെയും പരിശീലനം, സാമൂഹ്യ അധിഷ്ഠിത രോഗനിരീക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഏകാരോഗ്യം ജില്ലാ മെന്റർ R. അനിൽകുമാർ വിശദീകരിച്ചു. ഏകാരോഗ്യ പരിപാടിയുടെ ഭാഗമായി 35 വാർഡുകളിലും സാമൂഹ്യ അധിഷ്ഠിത രോഗനിരീക്ഷണം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി, ഹെൽത്ത് സൂപ്പർവൈസർ, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ മീറ്റിംഗിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. PN പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായന മാസാചരണത്തിന് തുടക്കം കുറിച്ചു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനം PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ വൈസ് ചെയർമാൻ ജോസ് വഴുതനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഗീത PC വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PN പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 30ാമത് ദേശീയ വായന മാസാചരണത്തിന് തുടക്കം കുറിച്ചു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ഇവിടെ PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ പരിപാടികളും പദ്ധതികളുമൊക്കെയാണ് ഇന്ന് അണിയിച്ചൊരുക്കിയത്. 2 പരിപാടികളാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ നടക്കുന്നത്. ഒന്ന് ഹൈറേഞ്ച് മേഖലയിലും മറ്റൊന്ന് നമ്മൾ ഇവിടെ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ഈ രംഗത്തേക്ക്, വായനയുടെ വിശാലമായ പരന്ന ലോകത്തേക്ക് കടക്കാൻ, കൂടുതൽ പുസ്തകങ്ങളെ മനസ്സിലാക്കാൻ, കൂടുതൽ അറിവുകൾ അതിലൂടെ ആർജിക്കാൻ, അതുവഴി അവർ സബ്ജക്റ്റുകളിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അറിവുള്ളവരായി മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ്. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ വൈസ് ചെയർമാൻ ജോസ് വഴുതനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഗീത PC വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും റെസ്പോൺസിബിൾ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായ സ്വാമി അയ്യപ്പദാസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ലാലു ചകനാൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പൊന്നാട്ട്, തൊടുപുഴ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ, മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ്, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിജുമോൻ S മണ്ണൂർ, അഭിലാഷ് VJ, അമ്മു തോമസ്, അപർണ സുരേഷ്, അലീന തോമസ് വഴുത്തല, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കുരുവിള തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിൽ വെച്ച് PN പണിക്കർ ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാക്കളായ ശ്രീകല VT, ശ്രീജ റാണി S, ബിന്ദുമതി PS, രാജേഷ് കുമാർ PK എന്നിവരെയും PN പണിക്കർ സേവാ പുരസ്കാര ജേതാക്കളായ K ദീപക്, M ലതീഷ്, AK ഭാസ്കരൻ, രാജൻ അക്ഷയ എന്നിവരെയും PN പണിക്കർ ബിസിനസ് ശ്രേഷ്ഠ അവാർഡിന് അർഹനായ റിയാസ് VA, PN പണിക്കർ വൈദ്യശ്രേഷ്ഠ പുരസ്കാര ജേതാവായ വൈദ്യർ CD ചന്ദ്രബോസിനെയും യോഗത്തിൽ ആദരിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി നൈസി തോമസ് സ്വാഗതവും സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്റ്റർ ജിജി ജെയിംസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മാത്യു കോണിക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മികച്ച വിജയം കരസ്ഥമാക്കിയ വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ നിർവഹിച്ചു. പത്തൊഴുപത് വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹം പൊതുസമൂഹത്തോട് സംവദിക്കുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് പല കാര്യങ്ങളെയും കുറിച്ചും അറിയാമായിരുന്നു, പലതിനെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ 10-70 വർഷം പിന്നിട്ട് എൻ്റെ ഈ വാർദ്ധക്യകാലത്ത് എത്തി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, എനിക്കിന്ന് ഒന്നും അറിയില്ല എന്ന് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അജ്ഞതയെ കണ്ടെത്തലാണ്, അജ്ഞതയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്നാണ് റാൽഫ് എലിസൺ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിന്റെ അവസാനം വരെ വിദ്യാഭ്യാസം തുടരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഇനി എന്തുമാത്രം നമ്മൾ അറിയാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് ഇനിയും ഞാൻ ഇതൊക്കെ അറിയേണ്ടിയിരിക്കുന്നല്ലോ എന്നൊരു അറിവ് അല്ലെങ്കിൽ അതൊരു ബോധം നമുക്കുണ്ടാകുന്നത്.
സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു കോണിക്കൽ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ മണക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം TC ജോബ്, ഹെഡ് മിസ്ട്രസ് ജിജി ജെയിംസ്, PTA പ്രസിഡന്റ് ജയ്മോൾ സന്തോഷ്, MPTA പ്രസിഡന്റ് ലിൻസി ജോൺ, അധ്യാപക പ്രതിനിധി സിജോ ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായ യജ്ഞ ലിസ് ഷിബു, നന്ദന സജി എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി. പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ് സ്വാഗതവും അധ്യാപിക സിസ്റ്റർ മിനി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. സീനിയർ അധ്യാപകരായ ബെൻസി മാത്യു, അനിത അലക്സ്, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജോയൽ ചെറിയാൻ, അധ്യാപകരായ റോസ്മി കുര്യാച്ചൻ, മഞ്ജേഷ് ജോസഫ്, സിജിമോൾ മാത്യൂസ്, ഡാലിയ സേവ്യർ എന്നിവർ നേതൃത്വം നൽകി. സജീവൻ, ശിവാനി A. B. നേടിയ കുട്ടികളുടെ പേരുകളായി അമൃത M. ഡോണ ജെയ്മോൻ. ന്യൂസ് ബ്യൂറോ, വഴിത്തല. 1.5 ദശാബ്ദത്തിലേറെയായി തൊടുപുഴ കേന്ദ്രമാക്കി കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന പിനക്കിൾ കൺസ്ട്രക്ഷൻ പുതിയ ഓഫീസിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. മൂവാറ്റുപുഴ റോഡിൽ മർച്ചന്റ് സ്ട്രെസ് ഹാളിന് എതിർവശത്തായി ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. 1.5 ദശാബ്ദത്തിലേറെയായി തൊടുപുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പിനക്കിൾ കൺസ്ട്രക്ഷൻ പുതിയ ഓഫീസിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ആർക്കിടെക്ചർ, ഇന്റീരിയേഴ്സ്, പ്ലാനിംഗ്, സ്ട്രക്ചറൽ ഡിസൈൻ, പ്രോജക്ട് മാനേജ്മെന്റ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാവിധ സർവീസുകളും ഏറ്റവും മികച്ച രീതിയിൽ നൽകുകയാണ് പിനക്കിൾ കൺസ്ട്രക്ഷന്റെ ലക്ഷ്യം. പിനക്കിൾ കൺസ്ട്രക്ഷന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. തൊടുപുഴയിൽ കൺസ്ട്രക്ഷൻ രംഗത്ത് വളരെ കാലമായി വളരെ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന പിനാക്കിൾ കൺസ്ട്രക്ഷൻ അത് വളരെ സൗകര്യത്തോടുകൂടി തൊടുപുഴ പട്ടണത്തിൽ തന്നെ ഒരു ഓഫീസ് സമുച്ചയം തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് നമുക്ക് ഏവർക്കും വളരെ താല്പര്യവും സന്തോഷവുമുള്ള ഒരു കാര്യമായാണ് കാണുന്നത്. ഏതാണ്ട് 16 വർഷത്തോളമായി കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വളരെ വിശ്വസ്തമായ സേവനം നടത്തി വരുന്ന ഈ ഗ്രൂപ്പ് ഈ തൊടുപുഴയിൽ വരുന്ന ആളുകളിൽ നമുക്കെല്ലാവർക്കും ഏറെ ഗുണകരമായ രീതിയിലേക്ക് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൊടുപുഴ ശ്രീനിധി ലിമിറ്റഡ് ചെയർമാൻ S. പത്മഭൂഷൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പിനക്കിൾ കൺസ്ട്രക്ഷന്റെ പുരോഗതിയിൽ ഒപ്പം നിന്ന ചീഫ് ആർക്കിടെക്ട് നന്ദികേഷ് P. നായർ, ചീഫ് സൂപ്പർവൈസർ ബിജിൽ S. എടശ്ശേരി, സൂപ്പർവൈസർമാരായ റോബിൻ ജോർജ്, നിതിൻ ചന്ദ്, മാർക്കറ്റിംഗ് ടീം അംഗങ്ങളായ ബാദുഷ, സ്റ്റെനി എന്നിവരെ ആദരിച്ചു.
പ്രാമുഖ്യം നൽകാതെ കൺസ്ട്രക്ഷന് മുൻഗണന കൊടുക്കുന്ന കേരളത്തിലെ പൊതുരീതിയല്ല പിനക്കൽ കൺസ്ട്രക്ഷൻ പിന്തുടരുന്നതെന്നും ഡിസൈനിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പിനക്കൽ പ്രവർത്തിക്കുന്നതെന്നും ചീഫ് ആർക്കിടെക്ട് നന്ദികേഷ് പറഞ്ഞു. സോ ബേസിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ കൺസ്ട്രക്ഷൻ മാർക്കറ്റ് ബേസിക്കലി ഡിസൈനിൽ ഫോക്കസ് ചെയ്യാതെ മോഡറേറ്റ്ലി അവർ കൺസ്ട്രക്ഷൻ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അപ്പാരൻ്റ്ലി നമ്മുടെ ഇപ്പോൾ പിനാക്കൽ കൺസ്ട്രക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ദി ഫോക്കസ് മെയിൻലി ഓൺ ഡിസൈൻസ്. എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുക, അതിൻ്റെ വോളിയം, സ്പേസ്, ഇൻ്റഗ്രേഷൻ, ഇതൊക്കെയാണ് പിനാക്കൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിനക്കൽ കൺസ്ട്രക്ഷനുമായി സഹകരിച്ച എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നുവെന്നും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ 16 വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന പിനക്കൽ കൺസ്ട്രക്ഷൻ്റെ നവീകരിച്ച ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഇനാഗുറേഷനാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ മർച്ചൻ്റ് ഫസ്റ്റ് ഹാളിന് ഓപ്പോസിറ്റായിട്ടാണ് പിനക്കൽ കൺസ്ട്രക്ഷൻ്റെ നവീകരിച്ച ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആർക്കിടെക്ചർ, ഇൻറ്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, സ്ട്രക്ചർ ഡിസൈന്, കൺസ്ട്രക്ഷൻ, ഇത്രയുമാണ് ഇവിടെ നിന്നുള്ള സർവീസുകൾ. കഴിഞ്ഞ 16 വർഷമായി ഞങ്ങളോട് സഹകരിക്കുന്ന ക്ലയൻസ്, ഞങ്ങളുടെ ലേബേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വായനാ വാരത്തിന് തുടക്കം കുറിച്ച് കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി. ആദ്യ ദിനത്തിൽ അക്ഷരജാതിയും പുസ്തകച്ചങ്ങലയും എന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വർഷങ്ങളായി ലൈബ്രറി മുറിക്കുള്ളിൽ അടുക്കി വെച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം വിദ്യാർത്ഥികൾ കയ്യിലെടുത്തു. ഫ്ളാഗ് ഓഫിന് പകരം OV വിജയന്റെ തലമുറകൾ വായിച്ചുകൊണ്ടാണ് ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. അക്ഷരജാഥയ്ക്ക് ശേഷം പുസ്തകങ്ങളേന്തിയ കൈകൾ കോർത്തുപിടിച്ച് കുട്ടികൾ പുസ്തകച്ചങ്ങലയും തീർത്തു. 50 വർഷത്തോളം പഴക്കമുള്ള പുസ്തകങ്ങളെല്ലാം അലമാരി വിട്ട് ഒരുമിച്ച് നാട് കാണാനിറങ്ങി. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വായനാ വാരത്തിന് തുടക്കം കുറിച്ചത് കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവമായി. ആദ്യ ദിനത്തിൽ അക്ഷരജാതിയും പുസ്തകച്ചങ്ങലയും എന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത്. വർഷങ്ങളായി ലൈബ്രറി മുറിക്കുള്ളിൽ അടക്കി വെച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം കുട്ടികൾ ആവേശത്തോടെ കയ്യിലെടുത്തു. അവർക്കൊപ്പം വെളിച്ചത്തിലേക്കിറങ്ങി. അക്ഷരജാഥയ്ക്ക് തുടക്കം കുറിച്ചതും കൗതുകമായി. ഫ്ളാഗ് ഓഫിന് പകരം OV വിജയന്റെ തലമുറകൾ തുറന്നു വായിച്ചുകൊണ്ട് ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് ജാഥയ്ക്ക് തുടക്കം കുറിച്ചു. ഇവിടെ 8ാം ക്ലാസ്സുകാർ കൂടി ചേർന്നിരിക്കുകയാണ്. അക്ഷര ജാഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വായനയുടെ വിശാലമായൊരു ലോകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ജാഥയുടെ ഉദ്ഘാടനം എന്ന രീതിയിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന പുസ്തകം ഓപ്പൺ ചെയ്തിട്ട് ജാഥ വിളംബരം ചെയ്യുകയാണ്. ജാഥ ആരംഭിക്കുകയാണ്. പടകളുടെ പിതാവ്, യുദ്ധം കഴിഞ്ഞ് ഒരു ഓണത്തല്ല് കഴിഞ്ഞിട്ടെന്ന പോലെ ആളുകൾ തിരിച്ചു വരുന്നു. വർഷം 1918. അതിനെ അവർ 1ാം ലോകമഹായുദ്ധം എന്ന് വിളിച്ചു. അപ്പോൾ വായനശീലം വളരാൻ സഹായിച്ച് നമ്മൾ ടൗണിലേക്ക് പോവുകയാണ്. മലപ്പുറം സെന്റ് ജോർജ് സ്കൂളിലെ പിള്ളേരാണ് അത്തരത്തിലൂടെ തുറന്നു വായിച്ച ഭാഗം യാദൃശികമായെങ്കിലും യുദ്ധത്തെക്കുറിച്ചായത് കാലിക പ്രസക്തമായി. ബഷീറും ഷേക്സ്പിയറും മുട്ടത്ത് വർക്കിയുമെല്ലാം ഒരു ജാതിയിൽ അണിചേർന്നു. അപ്പുക്കിളിയും സേതുവും ആൻ ഫ്രാങ്കും ചാപ്ലിനും ഒരുമിച്ച് സ്കൂൾ മുറ്റത്ത് ഓടി നടന്ന് ആകാശം കണ്ടു. അക്ഷരജാഥയ്ക്ക് ശേഷം പുസ്തകങ്ങളേന്തിയ കൈകൾ കോർത്തുപിടിച്ച് കുട്ടികൾ പുസ്തകച്ചങ്ങല തീർത്തു. കഥാകഥനം, കവിയരങ്ങ്, കവിതാരചന, ചിത്രപ്രദർശനം, പുസ്തകാസ്വാദനം, കേട്ടെഴുത്ത്, വായനാ മത്സരം, വരയരങ്ങ് തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് വായനാ വാരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റാഫ് സെക്രട്ടറി ബിജോ അഗസ്റ്റിൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പൈങ്കുളം സെന്റ് തോമസ് UP സ്കൂൾ, തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ,
മുട്ടം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നൃത്തശില്പം കാഴ്ചവെച്ചു. കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലയിലൂടെ സന്മാർഗത്തിലേക്ക് എന്ന ആശയം മുന്നോട്ട് വെച്ച് ലഹരി വിമുക്ത സന്ദേശയാത്ര സംഘടിപ്പിച്ചു. വളരുന്ന തലമുറയെ ഗ്രസിച്ചിരിക്കുന്ന ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നൃത്തശില്പം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ സന്ദേശയാത്ര മുന്നോട്ട് നീങ്ങുന്നത്. സെന്റ് തോമസ് UP സ്കൂൾ പൈങ്കുളം, ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടം, സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ കരിങ്കുന്നം എന്നീ 4 സ്കൂളുകളിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ഇതിൽ നിന്ന് ഒരു കുട്ടിയുടെയെങ്കിലും മനസ്സിൽ ചെറിയ തീപ്പൊരികൾ വീഴ്ത്തുവാൻ, അവരുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന കളങ്കങ്ങളെ ദൂരീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കലോപഹാരം നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. നാടിൻ തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ, കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി. നാടിൻ തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ, കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി. ഉണർന്നെണീക്കുക, കരം പിടിക്കുക, പ്രതിവിധി പ്രതിരോധത്തിൽ പകച്ചിടാതെ അണിചേർന്നിടുക അവബോധം പ്രതിരോധം. വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്ന മാഫിയകളെ തിരിച്ചറിയാനും ലഹരി നശിപ്പിക്കുന്ന തലമുറയെ കരകയറ്റാനും അതുവഴി സമൂഹത്തിൽ ഉത്തമ പൗരനെ സൃഷ്ടിക്കാനും നമുക്ക് കഴിയണമെന്ന സന്ദേശമാണ് ഈ നൃത്തശില്പം കാഴ്ചവെച്ചത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ ഒരാളെയെങ്കിലും നല്ല ജീവിതത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ സന്ദേശയാത്രയ്ക്ക് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് KS, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജമ്മ രാജു, ജില്ലാ സെക്രട്ടറി സുരേഷ് PK എന്നിവർ നേതൃത്വം നൽകി. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ മയങ്ങി വീഴുന്ന യുവജനതയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ ഈ സന്ദേശം പ്രചരിപ്പിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഞങ്ങൾ അരങ്ങേറി കഴിഞ്ഞു. ഇനിയും തുടർന്നും ഈ പരിപാടി ഞങ്ങൾ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം ഒരു വ്യക്തിക്കെങ്കിലും ഈ സന്ദേശം പകർന്നു നൽകി അവരുടെ ജീവിതത്തെ രക്ഷിക്കണം എന്നുള്ള ഉത്തരവാദിത്വമാണ് ഞങ്ങളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ ഇതിനു വേണ്ടിയിട്ട് സന്നദ്ധമായിട്ട് അവരുടെ എല്ലാവിധ ശ്രമങ്ങളും മുൻപിൽ കണ്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ്. ഇനിയും ഇത് നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത നെടിയശാല സെന്റ് മേരീസ് UP സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന DK ആരാധ്യയ്ക്ക് പുതിയ സൈക്കിൾ സമ്മാനമായി നൽകി. ജർമ്മനിയിലെ സയന്റിസ്റ്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ MN അജിയാണ് സൈക്കിൾ സമ്മാനിച്ചത്. അജിയുടെ അമ്മ തങ്കമ്മ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് ആരാധ്യയ്ക്ക് സൈക്കിൾ കൈമാറി. ദേശീയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച പെൺകുട്ടിയാണ് നെടിയശാല സെന്റ് മേരീസ് UP സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന DK ആരാധ്യ. സൈക്ലിംഗ് മത്സരങ്ങളിൽ നിരന്തരം പങ്കെടുക്കാറുള്ള ഈ പെൺകുട്ടിക്ക് സ്വന്തമായി സൈക്കിൾ ഇല്ല എന്ന വിവരം സ്കൂൾ അധികൃതർ മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് ഈ വിഷയം തൊടുപുഴ MLAയുടെയും MPയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒരു സൈക്കിൾ വാങ്ങി നൽകുവാൻ വേണ്ട സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് സ്കൂൾ HM നിരവധി ആളുകളെ വിവരം ധരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്ന BBC ന്യൂസിൽ പ്രക്ഷേപണം ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നെടിയശാല കരയിൽ മാന്തളിരും പാറയിൽ MN അജിയാണ് സൈക്കിൾ നൽകാൻ താൽപര്യപ്പെട്ടത്. ജർമ്മനിയിലെ സയന്റിസ്റ്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ് MN അജി. ഇതിനെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളാണ്. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്കെല്ലാം കിട്ടും. ആരാധ്യ നല്ലൊരു ചാമ്പ്യനായിട്ട് മാറട്ടെ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. അതിനൊരു നിമിത്തമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ പറയും, നീ നിൻ്റെ പരാധീനങ്ങളും നിൻ്റെ കുറവുകളെല്ലാം വിളിച്ചു പോകരുത്. ഇന്ന് എൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ട്, ചേട്ടൻ്റെ മോൾ പാറു ഇവിടെ ഉണ്ട്, അമ്മയുണ്ട്. എനിക്കൊരു അനുഭവം പറയാൻ എനിക്ക് പറ്റത്തില്ല. 5ാം ക്ലാസ് ഞാനിവിടെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ ക്ലാസ് ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഒരു നിക്കറും ഒരു ഉടുപ്പുള്ള കുട്ടികൾ ഏറ്റു നിൽക്കാൻ പറഞ്ഞു. ആദ്യം എണീറ്റത് ഞാനായിരുന്നു. ആ ക്ലാസ്സിൽ ഒറ്റ നിക്കറും ഒറ്റ ഉടുപ്പുമുള്ള വ്യക്തി ഞാനായിരുന്നു. എൻ്റെ അമ്മയുടെ മുമ്പിൽ അമ്മ തന്നെ വഴക്ക് പറയും, അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞേപ്പ സാറ് നമ്മളെ സ്റ്റേജിൽ വിളിച്ചിരുത്തി
അസംബ്ലി സമയത്ത് 2 നിക്കറും 2 ഉടുപ്പ് എഴുതി തന്നു. അത് ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഓട്ടമായിരുന്നു. എനിക്ക് പുതിയ ഉടുപ്പ് കിട്ടി. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാനും എന്തെങ്കിലുമൊക്കെ സ്കൂളിന് വേണ്ടി ചെയ്യണം. കാരണം സാഹചര്യം എനിക്ക് ദൈവമായിട്ട് അച്ഛൻ്റെ രീതിയിലും ഹെഡ്മാസ്റ്ററിൻ്റെ രീതിയിലും വന്ന് നമ്മുടെ കുട്ടികൾ ഇവിടെയുണ്ട്, അവർക്ക് ബോർഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. എൻ്റെ സഹപാഠികളുണ്ടായിരുന്നു. അപ്പം തന്നെ എണീറ്റിരുന്ന് ഹെഡ്മാസ്റ്റർ പഠിക്കും എത്ര രൂപ ആവശ്യമുണ്ട്, അത്രയും രൂപ നമ്മൾക്ക്. എൻ്റെ വീട്ടിലെ അമ്മയ്ക്കോ എൻ്റെ ചേട്ടനോ ആർക്കും അറിയില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. കാരണം ചില കാര്യങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. അത് ഫാദർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നോക്കി പറഞ്ഞത്. കാരണം കുട്ടികൾക്കുള്ള അറിവ് ഒരു ബോർഡ് കൊടുക്കുക, അവർ അറിവിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് എന്ത് സഹായമാണ് കുട്ടികൾക്ക് ചെയ്യാനുള്ളത്. സെന്റ് മേരീസ് സ്കൂളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സൈക്കിൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, നെടിയശാല. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതിനെതിരെ സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ PL നിസാമുദ്ദീൻ ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ മഴ നനഞ്ഞ് സമരം ചെയ്തു. ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുമ്പോഴും ഒരു പ്രസ്താവനയിൽ കൂടി പോലും പ്രതികരിക്കാത്ത ബന്ധപ്പെട്ട അധികാരികളുടെ നിലപാടിനെതിരെയാണ് സമരം ചെയ്തത്. ഇടുക്കി ജില്ലയിലെ ടൂറിസം സാധ്യതകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഫോറസ്റ്റ് KSEB ഉദ്യോഗസ്ഥ ബ്യൂറോക്രസിക്കെതിരെ ഒറ്റയാൾ സമരം നടത്തി സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ PL നിസാമുദ്ദീൻ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തിന് ചുറ്റുമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറേണ്ടുന്ന സ്ഥലങ്ങളെല്ലാം വേലി കെട്ടിത്തിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മൈക്രോവേവ് വ്യൂ, മന്ത്രപ്പാറ, കുയിലിത്തണ്ട്, പാൽക്കുളമേട് എന്നീ പ്രകൃതി രമണീയങ്ങളായ സ്ഥലങ്ങളിലെല്ലാം സന്ദർശകർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തുറന്നു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഒരുപക്ഷേ ഇതിലുള്ള യാത്രക്കാർ ആലോചിച്ചേക്കാം, എന്താ ഒരു സമരം നടക്കുമ്പോൾ ഇവർ മാത്രം തന്നെ നിൽക്കുന്നു. ഒരു സമരം നടക്കുമ്പോൾ ഒരാൾ തന്നെയാകാൻ പാടില്ലല്ലോ, ആരെങ്കിലും ഒക്കെ ഉണ്ടാവണമല്ലോ. എന്തുകൊണ്ടാണ് ഒരാൾ ഈ സമരത്തിൽ തന്നെയാവുന്നത്? ഇതൊരു തന്നെയാവലല്ല, ഇത് ഒരുപാട് പേർ ഒപ്പം ചേരുന്നതിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഈ മഴത്തുള്ളി. ഈ മഴത്തുള്ളികൾ അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. ലക്ഷക്കണക്കിന് മഴത്തുള്ളികളാണ് ആകാശത്തിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളോട് പിന്തുണയാണ് എന്ന് ശക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടുക്കി ചെറുതോണി ഡാമുകൾ സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞ് അടച്ചിടുന്ന KSEBയുടെ വികസന വിരോധ മനോഭാവം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും പോക്സോ നിയമത്തിന്റെ പുസ്തകരൂപം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജുമായ PS ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 16ാം ഘട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ തല പൊതുജനാരോഗ്യ മീറ്റിംഗും ഏകാരോഗ്യ അവലോകനവും മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ചെയർമാൻ K ദീപകിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ വായനാ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനം PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.